നമസ്കാരം, ഗുഡ് ഈവനിംഗ്. എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ബ്രേക്സിലേക്ക് സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ശബരിമല യുവതീ പ്രവേശനത്തിലെ പുനഃപരിശോധനാ ഹർജികളിൽ ഏപ്രിൽ 7 മുതൽ സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ചിൽ വാദം. ഇതിനായി ഭരണഘടനാ ബെഞ്ച് പുനഃസംഘടിപ്പിക്കും. മാർച്ച് 14 മുൻപ് വാദങ്ങൾ എഴുതി നൽകണമെന്ന് ചീഫ് ജസ്റ്റിസ് കക്ഷികൾക്ക് നിർദ്ദേശം നൽകി. പുനഃപരിശോധനാ ഹർജികളെ കേന്ദ്രം പിന്തുണച്ചു. ഹർജികളെ ഇതുവരെ എതിർത്തെന്ന് കേരളത്തിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ശബരിമല യുവതീ പ്രവേശനം ഉൾപ്പെടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട സങ്കീർണ വിഷയങ്ങൾ പരിഗണിക്കാനുള്ള 9-അംഗ ബെഞ്ച് പുനഃസംഘടിപ്പിക്കും. ഭരണഘടനാ വിശാല ബെഞ്ച് ഹർജികൾ തരംതിരിച്ച് പരിഗണിക്കും. ഏപ്രിൽ 7 മുതൽ 22 വരെയാണ് വാദം. പുനഃപരിശോധനാ ഹർജിക്കാരുടെയും അവരെ പിന്തുണയ്ക്കുന്നവരുടെയും വാദം ഏപ്രിൽ 7 മുതൽ 9 വരെയാകും. 14 മുതൽ 16 വരെ എതിർക്കുന്നവരുടെ വാദം കേൾക്കും. സോഫാർ എന്ന് പറയുമ്പോൾ ഇനി എന്തെങ്കിലും മാറ്റം ഇനി ഉണ്ടാകുന്നുണ്ടെങ്കിൽ റിട്ടേൺ സബ്മിഷൻ വരുന്ന സമയത്ത് ആ മാറ്റം അവിടെ പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എഴുതി നൽകുന്നതിൽ നിന്നും പിന്നീട് വ്യതിചലിക്കുവാൻ കഴിയില്ല. അപ്പം ദേ വിൽ ബി ബൗണ്ട് ബൈ റിട്ടേൺ സബ്മിഷൻ. മാർച്ച് 14 മുമ്പ് ആ നിലപാട് ശക്തമായും വ്യക്തമായിട്ടും എടുക്കുവാൻ സർക്കാർ നിർബന്ധിതരാകും. ഏപ്രിൽ 21 അധിക വാദമുണ്ടെങ്കിൽ സമർപ്പിക്കാം. ആമിക്കസ് ക്യൂറിയായ കെ പരമേശ്വരന് 21 വാദങ്ങൾ ഉന്നയിക്കാം. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് മാർച്ച് 14 മുൻപ് വാദങ്ങൾ എഴുതി നൽകാം. പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നുവെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു. ഇതുവരെ പുനഃപരിശോധനാ ഹർജികളെ എതിർത്തു എന്നായിരുന്നു കേരളത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. ഞങ്ങൾ ഇതുവരെ റിവ്യൂ പെറ്റീഷനെ എതിർക്കുന്ന ഒരു നിലപാട്, സോഫാർ എന്ന് പറയുന്ന ഒരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അമിക്കസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളും പരിശോധിച്ചിട്ടായിരിക്കും അവരുടേതായിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് നിലപാട് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുക. സ്ത്രീകളുടെ വ്യക്തിസ്വാതന്ത്ര്യവും മതാചാരവുമായി ബന്ധപ്പെട്ട 7 ചോദ്യങ്ങളാണ് ഭരണഘടനാ ബെഞ്ചിന് മുന്നിലുള്ളത്. 67 ഹർജികളാണ് കോടതി പരിഗണിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് 6 വർഷത്തിനു ശേഷം ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം പരിഗണിച്ചത്. 24 ഡൽഹി. ശബരിമല യുവതീ പ്രവേശത്തിൽ സുപ്രീം കോടതി പരിശോധിക്കുക 7 സങ്കീർണ വിഷയങ്ങളാണ്. മതസ്വാതന്ത്ര്യവും തുല്യതയും തുടങ്ങി ആചാരങ്ങൾ ഒഴിച്ചുകൂടാനാകാത്ത ഘടകമാണോ എന്നതുൾപ്പെടെ പരിശോധിക്കും. മറ്റെന്തെങ്കിലും അനുബന്ധ വിഷയമുണ്ടെങ്കിൽ അതും മാർച്ച് 4 മുൻപ് കോടതിയെ അറിയിക്കാനും ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചു. ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീം കോടതിക്ക് മുൻപിലുള്ളത് പരസ്പരം കുരുങ്ങിക്കിടക്കുന്ന ഭരണഘടനാ വിഷയങ്ങൾ. 7 തരംതിരിച്ചാണ് ഈ സങ്കീർണമായ ഭരണഘടനാ വിഷയങ്ങൾ 9-അംഗ വിശാല ബെഞ്ച് വാദം കേൾക്കുക. 1. ഭരണഘടനയിലെ മതസ്വാതന്ത്ര്യവും തുല്യതയും സംബന്ധിച്ച അനുച്ഛേദങ്ങൾ തമ്മിലുള്ള ബന്ധം. 2. മതസ്വാതന്ത്ര്യം സംബന്ധിച്ച 25(1) അനുച്ഛേദത്തിലെ പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം എന്ന ഘടകങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 3. ധാർമ്മികത, ഭരണഘടനാ ധാർമ്മികത എന്നീ പ്രയോഗങ്ങൾ ഭരണഘടനയിൽ നിർവചിച്ചിട്ടില്ല. ഇത് മതവിശ്വാസവുമായി മാത്രം ബന്ധപ്പെട്ടതാണോ? 4. ആചാരങ്ങൾ മതത്തിൻ്റെയോ ഒരു വിഭാഗത്തിൻ്റെയോ ഒഴിച്ചുകൂടാനാകാത്ത ഘടകമാണോ എന്നത് കോടതിക്ക് എത്രമാത്രം പരിശോധിക്കാം? അതല്ലെങ്കിൽ ആ വിഷയം മതമേധാവിയുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കേണ്ടതാണോ? 5. മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട അനുച്ഛേദത്തിൽ പറയുന്ന ഹൈന്ദവ വിഭാഗങ്ങൾ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥമെന്താണ്? 6. ഒരു മതത്തിൻ്റെയോ ഒരു വിഭാഗത്തിൻ്റെയോ ഒഴിച്ചുകൂടാനാകാത്ത മതാചാരങ്ങൾക്ക് ഭരണഘടനാ അനുച്ഛേദം 26 സംരക്ഷണമുണ്ടോ? 7. മതപരമായ ആചാരങ്ങളെ ആ മതത്തിലോ വിഭാഗത്തിലോ പെടാത്ത വ്യക്തി പൊതുതാൽപര്യ ഹർജിയിലൂടെ ചോദ്യം ചെയ്യുന്നത് എത്രത്തോളം അനുവദിക്കാനാകും തുടങ്ങിയ ഭരണഘടനാ വിഷയങ്ങളിലായിരിക്കും സുപ്രീം കോടതി പരിഹാരം കാണുക. മതാചാരങ്ങളിൽ കോടതി ഇടപെട്ട് ലിംഗസമത്വം ഉറപ്പാക്കണമോ എന്ന സങ്കീർണമായ ഭരണഘടനാ വിഷയത്തിൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് വാദം കേൾക്കാനാണ് സുപ്രീം കോടതി ഒരുങ്ങുന്നത്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ കേസുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ഉന്നയിക്കുന്ന വാദങ്ങൾ നിർണായകമാകും. ആർ അച്യുതൻ, 24 ഡൽഹി. ശബരിമല യുവതീ പ്രവേശത്തിൽ സുപ്രധാന പ്രതികരണവുമായി നിയമമന്ത്രി പി രാജീവ്. സർക്കാർ വിശ്വാസികൾക്കൊപ്പമെന്ന് മന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ മുൻ നിലപാട് തിരുത്തണമെന്ന് ആവർത്തിച്ച് NSSും SNDPയും രംഗത്തെത്തി. സർക്കാർ സത്യവാങ്മൂലം തിരുത്തണമെന്ന് പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെട്ടു. പാർട്ടിക്കും സർക്കാരിനും കൃത്യമായ നിലപാടുണ്ടെന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിശാല ബെഞ്ച് രൂപീകരിക്കാൻ ഒരുങ്ങുമ്പോൾ LDFന്റെയും സംസ്ഥാന സർക്കാരിന്റെയും നിലപാട് പ്രധാനമാണ്. വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറഞ്ഞ നിയമമന്ത്രി പി രാജീവ് പക്ഷേ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിൽ വ്യക്തത വരുത്തിയിട്ടില്ല. വിശ്വാസിയുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണല്ലോ ഞങ്ങൾ. ഏത് വിശ്വാസമാണോ ആ വിശ്വാസത്തിനൊപ്പം നിൽക്കും.
യുവതീ പ്രവേശനത്തെ സർക്കാർ എതിർക്കണമെന്ന് ആവർത്തിച്ച് NSSും SNDPയും. ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും പഴയ സാഹചര്യത്തിലേക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് സർക്കാർ തിരുത്തേണ്ടതെന്ന് ചോദിച്ചാൽ തിരുത്തേണ്ടത് തിരുത്തണം. അന്ന് ജനവികാരം കണ്ടല്ലോ. ഇന്നു തന്നെ സർക്കാർ സത്യവാങ്മൂലം തിരുത്തണമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് തിരുത്തണം. അത് തിരുത്തിയില്ലെങ്കിൽ ഇവരുടെ കാപട്യം പുറത്തു വരും. പാർട്ടിക്കും സർക്കാരിനും കൃത്യമായ നിലപാടുണ്ടെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. കോടതിയുടെ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്ത് നിലപാടാണ് CPIM എടുക്കേണ്ടത് എന്നത് സംബന്ധിച്ച് CPIM ആവശ്യമായ നിലപാട് സ്വീകരിക്കും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുവതീ പ്രവേശന വിഷയം വലിയ തിരിച്ചടിയെന്നാണ് CPIM വിലയിരുത്തൽ. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുമ്പോൾ സർക്കാർ തീരുമാനം എന്താകുമെന്നാണ് അറിയേണ്ടത്. 24 തിരുവനന്തപുരം. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. വോട്ടുത്സവം. KPCC നേതൃയോഗത്തിൽ നേതാക്കൾക്ക് മുന്നറിയിപ്പുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ മറ്റു പദവിയില്ല. അർഹതയുണ്ടായിട്ടും മാറി നിന്നവരെ പരിഗണിക്കും. എല്ലാവർക്കും സീറ്റ് നൽകാനാകില്ലെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്തും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അലക്സ്, അല്പം കർക്കശമായി തന്നെ AICC ജനറൽ സെക്രട്ടറി കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. എല്ലാവർക്കും സീറ്റ് നൽകാൻ കഴിയില്ല, ഇനി പരാജയപ്പെട്ടാൽ മറ്റു പദവികൾ നൽകില്ല എന്ന് പറയുമ്പോൾ ഇത് ആർക്കെങ്കിലും കൃത്യമായി ഉന്നം വെച്ചുകൊണ്ടുള്ളൊരു പരാമർശമാണോ? എന്താണ്, ഏതൊക്കെ വിഷയങ്ങളാണ് യോഗത്തിൽ ചർച്ചയായത്? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട യോഗങ്ങളാണ് ഇന്ന് KPCC ആസ്ഥാനത്ത്, അതായത് ഇന്ദിരാഭവനിൽ ചേർന്നത്. ഒന്ന്, രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ ആദ്യ യോഗം ചേർന്നു. അതിൽ പ്രചാരണം എങ്ങനെ വേണമെന്നുള്ള കാര്യം വിലയിരുത്തി. അതിൽ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ കേരളത്തിലേക്ക് പ്രചാരണത്തിന് സജീവമായി എത്തുമെന്ന് യോഗം തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാന സർക്കാർ പരസ്യം നൽകുന്നത് അവസാനിപ്പിക്കണം, സംസ്ഥാന സർക്കാർ പരസ്യം നൽകുന്നത് അവസാനിപ്പിക്കണം എന്നാണ് ഈ യോഗത്തിന്റെ മറ്റൊരു അഭിപ്രായമായി ഉയർന്നു വന്നത്. മറ്റൊരു കാര്യം, ഉച്ചയ്ക്ക് ശേഷമാണ് KPCCയുടെ നേതൃയോഗം ചേർന്നത്. ഈ നേതൃയോഗത്തിൽ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, KPCC ഭാരവാഹികൾ, DCC അധ്യക്ഷന്മാർ തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ നേതൃയോഗത്തിൽ പങ്കെടുത്തു. ആ നേതൃയോഗത്തിലാണ് AICCയുടെ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നേതാക്കൾക്ക് കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് MLA സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടാൽ അവരെ മറ്റു പദവികളിലേക്ക് പരിഗണിക്കില്ല എന്നാണ് KC വേണുഗോപാൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതിനു പകരം അർഹരായവർ പുറത്തു നിൽപ്പുണ്ട്, അവർക്ക് തത്തുല്യമായ സ്ഥാനങ്ങൾ അർഹരായവർക്ക് നൽകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കരുത്, സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നവരെയും MLA സ്ഥാനാർത്ഥികളായി പരിഗണിക്കില്ല എന്ന മുന്നറിയിപ്പ് അദ്ദേഹം നൽകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, തെരഞ്ഞെടുപ്പ് വിജയിക്കേണ്ടതായിരിക്കണം പ്രധാനപ്പെട്ട കാര്യമായി കാണേണ്ടത്. ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സർക്കാർ അധികാരത്തിൽ വന്നാൽ മാറ്റി നിർത്തപ്പെട്ടവർക്ക്, അർഹരായി മാറ്റി നിർത്തപ്പെട്ടവർക്ക് അർഹമായ പരിഗണന നൽകും എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ എല്ലാ കാര്യങ്ങളും പാർട്ടി വിലയിരുത്തും, എല്ലാവരുടെ പ്രവർത്തനവും വിലയിരുത്തും, അത് പാർട്ടി കൃത്യമായി നിരീക്ഷിക്കും എന്ന മുന്നറിയിപ്പ് കൂടി KC വേണുഗോപാൽ നേതാക്കൾക്ക് നൽകുന്നു. SIRമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം കൂടി DCC അധ്യക്ഷന്മാർക്ക് നൽകിയിട്ടുണ്ട്. 21-ാം തീയതി SIRന്റെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയാണ്. ആ വോട്ടർ പട്ടികയിൽ കൃത്യമായ പരിശോധന നടത്തണമെന്ന് DCC അധ്യക്ഷന്മാർക്ക് KPCC നേതൃയോഗം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രജിൻ. അലക്സ് റാം മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. CPIയുമായി ഇടഞ്ഞ ചലച്ചിത്ര അക്കാദമി മുൻ അധ്യക്ഷൻ പ്രേംകുമാറിനെയും VS അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് A സുരേഷിനെയും സ്ഥാനാർത്ഥികളാക്കാൻ കോൺഗ്രസ് നീക്കം. പ്രേംകുമാറിനെ തിരുവനന്തപുരം കഴക്കൂട്ടത്തും A സുരേഷിനെ പാലക്കാട് മലമ്പുഴയിലും മത്സരിപ്പിച്ചേക്കും. പ്രേംകുമാർ കോൺഗ്രസിന്റെ സംസ്കാര സാഹിത്യ പരിപാടിയിൽ നാളെ പങ്കെടുക്കുന്നുണ്ട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി CPI അംഗമായ നടൻ ജയൻ ചേർത്തല കൂടിക്കാഴ്ച നടത്തി. ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ പ്രേംകുമാർ, VS അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് A സുരേഷ്, ഇടതു സഹയാത്രികനും നടനുമായ ജയൻ ചേർത്തല. ഇടഞ്ഞവരെ പാളയത്തിലെത്തിച്ച് വിസ്മയമുണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമം തുടരുന്നു. പ്രേംകുമാറിനെ കഴക്കൂട്ടത്ത് മത്സരിപ്പിക്കാനാണ് നീക്കം. പ്രേംകുമാറിനെ ഒപ്പം കൂട്ടിയാൽ നാടാർ സമുദായത്തിന് സ്വാധീനമുള്ള തിരുവനന്തപുരത്തെ 6 മണ്ഡലങ്ങളിൽ പ്രതിഫലനമുണ്ടാകുമെന്ന് കോൺഗ്രസ് കരുതുന്നു. നാളെ കോട്ടയത്ത് നടക്കുന്ന കോൺഗ്രസിന്റെ സംസ്കാര സമിതിയുടെ പരിപാടിയിൽ പ്രേംകുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് പറ്റുന്ന ഒരാളായിട്ട് ഞാൻ എന്നെ കുറിച്ചൊരു വിലയിരുത്തൽ എനിക്കില്ല, അങ്ങനെ ഒരു മനസ്സ് ഇപ്പോഴും എനിക്കില്ല. നാളെ എന്താണെന്നൊന്നും എനിക്കൊന്നും പറയാൻ പറ്റൂല, നമുക്ക് നോക്കാം. VS അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് A സുരേഷ് മലമ്പുഴയിൽ UDF പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവും. കോൺഗ്രസുമായുള്ള ചർച്ചകൾ A സുരേഷ് സ്ഥിരീകരിക്കുന്നു. നാളെ പാലക്കാട് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പുതുയുഗയാത്രയിൽ A സുരേഷ് പങ്കെടുത്തേക്കും. UDF സ്ഥാനാർത്ഥിയാവണമെന്ന് അവർ എന്നോട് സമീപിച്ചിരുന്നു. സ്ഥാനാർത്ഥിയുടെ കാര്യം പറയേണ്ടത് ഞാനല്ല, UDFന്റെ ഉന്നത നേതൃത്വം തന്നെയാണ്. ഞാൻ ആലോചിക്കുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ നിലപാടിൽ തന്നെ ഞാൻ തുടരും. അത് എങ്ങനെ എന്നുള്ളത് UDF ആണ് തീരുമാനിക്കേണ്ടത്.
തിരുവനന്തപുരം നാലാഞ്ചിറയിലെ കെ സി വേണുഗോപാലിന്റെ വസതിയിലെത്തി CPI അംഗവും നടനുമായ ജയൻ ചേർത്തല കൂടിക്കാഴ്ച നടത്തി. നേരത്തെ ആലപ്പുഴയിൽ നടന്ന സംസ്കാര സാഹിതി പരിപാടിയിലും ജയൻ ചേർത്തല പങ്കെടുത്തിരുന്നു. 24 തിരുവനന്തപുരം. പ്രേംകുമാറും എ സുരേഷും UDF സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ പിണങ്ങിപ്പോകുന്നവർക്ക് ഒരു വോട്ടും കിട്ടില്ലെന്ന പ്രതികരണവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എന്നാൽ ഇടതുപക്ഷത്തിനകത്ത് അഭിപ്രായം പറയാൻ കഴിയാത്തവരെ ചേർത്തു നിർത്തുമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. പ്രേംകുമാറിനെ അനുനയിപ്പിക്കാൻ CPIM നേതാക്കൾ ശ്രമം നടത്തിയെങ്കിലും എ സുരേഷുമായി ചർച്ചകളില്ല. VSന്റെ വിശ്വസ്തൻ എ സുരേഷ് UDF സ്ഥാനാർത്ഥിയായി മലമ്പുഴയിലെത്തിയാൽ CPIMൽ ആരിറങ്ങുമെന്നതിലാണ് ആകാംക്ഷ. ഒറ്റ വോട്ടും മാറൂല, ഒരു വോട്ടും മാറൂല. ഞങ്ങൾ രണ്ടാളെയും ഒരേ തട്ടിലിടണ്ടായിട്ടാ. ഞാൻ രാഷ്ട്രീയ രംഗത്ത് 52 കൊല്ലമായിട്ട് 55 കൊല്ലമായിട്ട് പാർട്ടി പ്രവർത്തിക്കുന്ന ഒരുത്തനാണ്. അവൻ ശമ്പളവും വാങ്ങി ഭാര്യയ്ക്ക് ജോലിയും വാങ്ങിക്കൊടുത്ത് ഇരിക്കുന്ന ഒരുത്തരാണ്. നിങ്ങൾ എങ്ങനെ രണ്ടും കൂടിയിട്ട് ഒരു തട്ടിലിടുന്നത്? ഇതിനിടെ പ്രേംകുമാറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം CPIM കേന്ദ്രങ്ങൾ ഇപ്പോഴും നടത്തുന്നുണ്ട്. പ്രേംകുമാർ ഉൾപ്പെടെയുള്ളവരെ ചേർത്തു നിർത്തുമെന്ന് കോൺഗ്രസ് നേതാക്കൾ. തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കുന്നവരെ എതിർക്കുന്ന പാർട്ടി നേതൃത്വത്തിലായിട്ട് കുറേ ആളുകൾ ആ പാർട്ടിയിൽ നിന്നും മാറാൻ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ വരുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. നല്ല നേരത്തെ CPIM മുൻ MLA ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നിരുന്നു. ഇനിയും വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നും വ്യക്തികളും കക്ഷികളും UDFന്റെ ഭാഗമാകുമെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അവകാശവാദം. 24 തിരുവനന്തപുരം. തുടർഭരണ പരാമർശ വിവാദങ്ങൾക്കിടയിലും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനായി K സച്ചിദാനന്ദൻ തുടരും. K സച്ചിദാനന്ദന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് 2 മാസം കൂടി കാലാവധി നീട്ടി നൽകി. പരാമർശങ്ങൾ ഭരണസമിതിയുടെ തുടർച്ചയെ ബാധിച്ചിട്ടില്ലെന്നും കൂട്ടായ പ്രവർത്തനത്തോടെ മുന്നോട്ടു പോകുമെന്നും അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ 24നോട് പറഞ്ഞു. തുടർഭരണം നല്ലതല്ലെന്ന് തുറന്നടിച്ച K സച്ചിദാനന്ദനെ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ CPIM ഒരുക്കമല്ല. ബോർഡിന്റെ കാലാവധി നീട്ടിയാണ് സർക്കാർ ഉത്തരവിറക്കിയത്. ഈ മാസം 13നാണ് കേരള സാഹിത്യ അക്കാദമി ബോർഡിന്റെ കാലാവധി നീട്ടി സർക്കാരിന്റെ ഉത്തരവ് വന്നത്. കഴിഞ്ഞ ദിവസം ഇതിന്റെ പകർപ്പ് സാഹിത്യ അക്കാദമിക്കും ലഭിച്ചു. അക്കാദമികൾക്കൊക്കെ കാലാവധി ഉണ്ടല്ലോ, അപ്പോൾ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ കാലാവധി അക്കാദമി കമ്മിറ്റിക്ക് നീട്ടി അതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇത് നേരത്തെ നീട്ടേണ്ടതായിരുന്നു. അന്ന് തന്നെ അതിന്റെ ഓർഡർ വരും എന്ന് വിചാരിച്ചിട്ട് കുറെ നാളായി. ഇപ്പൊ ഓർഡർ ഇപ്പോ 2 ദിവസമായി വന്നിട്ടെന്ന് തോന്നുന്നു. ഇത് സച്ചിദാനന്ദ മാഷിന്റെ വിഷയമായിട്ടൊന്നും ഇതിന് ബന്ധമില്ല. പ്രസിഡന്റ് K സച്ചിദാനന്ദൻ, വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലടക്കമുള്ള ഡയറക്ടർ ബോർഡ് 2 മാസത്തേക്ക് കൂടി തുടരും. 3 വർഷത്തെ ഭരണസമിതിയുടെ കാലാവധി മാർച്ചിൽ അവസാനിക്കാനിരിക്കെയാണ് മെയ് മാസം വരെ തുടരട്ടെ എന്ന് സർക്കാർ തീരുമാനിച്ചത്. K സച്ചിദാനന്ദൻ സർക്കാരിനെ വിമർശിച്ചാലും അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടികൾ ഉണ്ടാകില്ലെന്ന് CPIM നേതാക്കൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ആശാസമരത്തെ പിന്തുണച്ച നടൻ പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമി ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ അദ്ദേഹം പരസ്യ പ്രതികരണം നടത്തിയത് പാർട്ടിക്ക് ക്ഷീണം ചെയ്തു എന്ന വിലയിരുത്തലിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനത്ത് സച്ചിദാനന്ദനെ തുടരാൻ അനുവദിച്ചത് എന്നതുകൂടി ചേർത്ത് വായിക്കണം. ശ്രീകുമാരൻ, 24 തൃശൂർ. മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തുടരുമെന്ന് ആവർത്തിച്ചും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുന്നയിച്ചും മുൻ കേന്ദ്രമന്ത്രി മണിശങ്കർ അയ്യർ. VD സതീശൻ മതേതര സോഷ്യലിസ്റ്റാണെന്നും എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നില്ലെന്നും മണിശങ്കർ അയ്യർ പറഞ്ഞു. KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ റൌഡിയാണെന്നുമാണ് അതിരൂക്ഷ വിമർശനം. അധിക്ഷേപത്തിന് മറുപടിയില്ലെന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചു. പാർട്ടിയിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയ ശേഷമാണ് ഈ പ്രതികരണമെന്നാണ് VD സതീശന്റെ മറുപടി. സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച വികസന കോൺക്ലേവിലാണ് മണിശങ്കർ അയ്യർ കേരളത്തിൽ വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ചത്. പരാമർശം വിവാദമായതിനു പിന്നാലെ മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞപ്പോഴാണ് നേതൃത്വത്തിനെതിരെ തിരിഞ്ഞത്. Can you imagine what is the condition of a party which raises a rowdy like KC Venugopal to the level of the Sardar Patel to Rahul Gandhi? കേരളത്തിൽ പിണറായി വിജയൻ 3ാം തവണയും മുഖ്യമന്ത്രിയാകുമെന്ന് ആവർത്തിച്ച മണിശങ്കർ അയ്യർ ഇടയ്ക്ക് VD സതീശനെ പിന്തുണച്ചും സംസാരിച്ചു. Pinarayi is going to be the next chief minister because for the first time in the history of 75 years of Kerala, a government was not changed. മണിശങ്കർ അയ്യരുടെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ വ്യക്തിപരമെന്ന് പറഞ്ഞു തള്ളിയ KC വേണുഗോപാൽ അധിക്ഷേപ പരാമർശങ്ങൾക്ക് മറുപടിയില്ലെന്നും പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണ്. പാർട്ടിയുടെ അഭിപ്രായങ്ങൾ തീർത്തും വ്യത്യസ്തമാണ്. അത് ഇന്നലെ AICC കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മണിശങ്കർ അയ്യർ പാർട്ടിയിൽ നിന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. കോൺഗ്രസുമായിട്ട് ഒരു ബന്ധമില്ല. കോൺഗ്രസിൽ ഉണ്ടായിരുന്ന കാലത്ത് ഇത് മുഴുവൻ കിട്ടാവുന്ന അധികാരവും എല്ലാ സംവിധാനം കിട്ടിയിട്ട് പിന്നെ കോൺഗ്രസിനെ തള്ളിപ്പറിച്ച് പുറത്തുപോയ ഒരാളാണ് അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തിന്റെ പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല കുറച്ച് നാളായിട്ട്. AICCയുടെ
ഔദ്യോഗിക വക്താവ് തന്നെ അതിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. 24 തിരുവനന്തപുരം. വെൽക്കം ബാക്ക്. ന്യൂസ് ബ്രേക്സ് തുടരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പ് ചെലവിൽ സർക്കാർ വാദം പൊളിയുന്നു. പരിപാടിയുടെ കരാറുകാരായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടേഴ്സ് സൊസൈറ്റി നൽകിയത് സർക്കാർ വാദത്തിനും ഓഡിറ്റ് റിപ്പോർട്ടിനും വിരുദ്ധമായ കണക്കാണ്. GST വകുപ്പിന് ഊരാളുങ്കൽ നൽകിയ ഇൻവോയ്സിൽ സംഗമത്തിന്റെ ചെലവ് 7,11,00,000 രൂപയാണ് കാണിച്ചിരിക്കുന്നത്. ഓഡിറ്റ് കണക്കിനേക്കാളും കൂടുതലാണ് ഈ തുക. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് സംബന്ധിച്ച് 3 വ്യത്യസ്ത കണക്കുകളാണ് ഇതുവരെ പുറത്തുവന്നത്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിലെ കണക്ക് പ്രകാരം ചെലവ് 6,32,00,000 രൂപ. ദേവസ്വം കമ്മീഷണറുടെ കണക്ക് പ്രകാരം 4,50 കോടി രൂപ. ഇനി പരിപാടിയുടെ കരാറുകാരായ ഊരാളുങ്കൽ ലേബർ കൺസ്ട്രക്ഷൻ സൊസൈറ്റിയുടെ കണക്ക് പ്രകാരം GST ഉൾപ്പെടെ 7,11,00,000 രൂപ. 6,02,00,000 രൂപ ചെലവും 54,24,00,000 രൂപ വീതം കേന്ദ്ര സംസ്ഥാന GSTയും ഉൾപ്പെടെയുള്ള ഇൻവോയ്സാണ് ഊരാളുങ്കൽ നൽകിയത്. ഓഡിറ്റ് റിപ്പോർട്ടിൽ പിഴവുകളുണ്ടെന്നും ഇത്രയും തുക ചെലവായിട്ടില്ലെന്നുമുള്ള സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും വാദമാണ് പക്ഷേ ഊരാളുങ്കലിന്റെ കണക്ക് പുറത്തുവന്നതോടെ പൊളിഞ്ഞത്. ഊരാളുങ്കലിന്റെ കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷന്റെ പേരിലാണ് ആഗോള അയ്യപ്പ സംഗമം കരാറെടുത്തത്. സംഗമവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നാളെ ചർച്ച ചെയ്യും. കരാറുകാരായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെയും ഓഡിറ്റ് നടത്തിയ ഏജൻസിയെയും നാളെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീയെ ED ചോദ്യം ചെയ്യുകയാണ്. കൊച്ചിയിലെ ED ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. സ്വർണ്ണക്കൊള്ളയുടെ മറവിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നതിലാണ് അന്വേഷണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിപട്ടികയിലുള്ള ഓരോ ആളുകളെയും വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടരുകയാണ്. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീ ഇന്ന് ഹാജരായി. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊണ്ടുപോകാമെന്ന് മിനിറ്റ്സിൽ തിരുത്തിയെഴുതിയത് ജയശ്രീ എന്നാണ് SITയുടെ കണ്ടെത്തൽ. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ജയശ്രീയുടെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞിരുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്ന വ്യവസ്ഥയിലായിരുന്നു അറസ്റ്റ് തടഞ്ഞത്. തുടർന്ന് SIT ഇവരെ ചോദ്യം ചെയ്തു. ഇതിന് തൊട്ടുപുറകെയാണ് ED സമൻസ് അയച്ചത്. മുരാരി ബാബു, ശ്രീകുമാർ, സുധീഷ് കുമാർ എന്നിവരെ ED ചോദ്യം ചെയ്ത് കഴിഞ്ഞു. സ്വർണ്ണക്കൊള്ളയിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ച കൽപേഷും ഉടൻ EDക്ക് മുൻപിലെത്തും. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ മറവിലുള്ള കള്ളപ്പണ ഇടപാട്, അനധികൃത സ്വത്ത് സമ്പാദനം, വഴിവിട്ട ഇടപെടലുകൾ എന്നിവയാണ് പ്രധാനമായും EDയുടെ അന്വേഷണ പരിധിയിലുള്ളത്. കേസിൽ സാക്ഷിയായ നടൻ ജയറാമിനോട് നാളെ ഹാജരാകാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. ഇവരെയെല്ലാം ചോദ്യം ചെയ്ത ശേഷമായിരിക്കും പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തുന്നത്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1,30,00,000 രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയിരുന്നു. 24 കൊച്ചി. വിദേശ വനിതയടക്കം 2 പേരെ ബലാത്സംഗം ചെയ്ത ഹംപി കൂട്ടബലാത്സംഗ കേസിൽ പ്രതികൾക്ക് വധശിക്ഷ. ഗംഗാവതി കോടതിയുടേതാണ് വിധി. മല്ലേഷ്, സായി, ശരണപ്പ എന്നിവർക്കാണ് ശിക്ഷ. ഇസ്രയേലി വനിതയെയും ഹോംസ്റ്റേ നടത്തിപ്പുകാരിയെയുമാണ് കൂട്ടബലാത്സംഗം ചെയ്തത്. ഒപ്പമുണ്ടായിരുന്ന അമേരിക്കൻ ടൂറിസ്റ്റിനെ പ്രതികൾ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. 2025 മാർച്ചിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സുരക്ഷാ മാനദണ്ഡ പരിശോധനയിൽ ഗുരുതര വീഴ്ചകൾ. ഫാർമസികൾക്ക് ഡ്രഗ് ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തൽ. വാക്സിൻ ഉൾപ്പെടെ സൂക്ഷിക്കുന്ന ഫാർമസികൾക്ക് താപനില നിയന്ത്രിക്കാൻ സംവിധാനമില്ലെന്നും റിപ്പോർട്ടിൽ. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടേഴ്സിന്റെ അനിശ്ചിതകാല OP ബഹിഷ്കരണ സമരത്തിൽ വലഞ്ഞ രോഗികൾ. തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല അക്കാഡമിക് ബഹിഷ്കരണവും KGMCTA പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് മാളിലെ അതിക്രമത്തിൽ പോലീസുകാരനെതിരെ കേസെടുത്തതിൽ വീഴ്ചയില്ലെന്ന് റിപ്പോർട്ട്. പോലീസുകാരനായ മിഥുൻ SFI പ്രവർത്തകനെ ഇടിവള ഉപയോഗിച്ച് മർദ്ദിച്ചതിന് തെളിവുണ്ടെന്ന് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട്. SFIക്കെതിരെ പ്രമേയം അവതരിപ്പിക്കാനുള്ള നീക്കത്തിനിടെ കേരള പോലീസ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ബഹളം. PM ശ്രീ പദ്ധതിയിൽ നിന്നുള്ള സംസ്ഥാനത്തിന്റെ പിന്മാറ്റത്തെ തുടർന്ന് കേന്ദ്ര ഫണ്ട് നിലച്ചതോടെ ഡയറ്റിൽ ശമ്പള പ്രതിസന്ധി. ഡയറ്റ് അധ്യാപകരുടെ ശമ്പള വിതരണം അനിശ്ചിതത്വത്തിൽ. ഡയറ്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളും താളം തെറ്റി. ഇറാൻ US 2ാം ഘട്ട ആണവ ചർച്ചകൾ നാളെ ജനീവയിൽ. ഉപരോധം അവസാനിപ്പിച്ചാൽ ആണവ ധാരണയ്ക്ക് തയ്യാറെന്ന് ഇറാൻ. ഇറാന്റെ ആണവ സംവിധാനങ്ങൾ തകർക്കണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടതായി ഇസ്രായേൽ പ്രധാനമന്ത്രി.
പത്തനംതിട്ട ഇളമണ്ണൂരിൽ കാറിടിച്ച് സ്ത്രീ മരിച്ച കേസിൽ പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി. ക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ നടന്നുപോയ സ്ത്രീകളെയാണ് വാഹനം ഇടിച്ചു തെറിപ്പിച്ചത്. അപകടത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക്. തിരുവനന്തപുരത്ത് വൻ കഞ്ചാവ് വേട്ട. പാപ്പനംകോട് കാറിൽ കടത്താൻ ശ്രമിച്ച 350 കിലോയോളം കഞ്ചാവ് പിടികൂടി. കരകുളം സ്വദേശി അഫ്സൽ കസ്റ്റഡിയിൽ. ഇതോടെ ന്യൂസ് ബ്രേക്സ് പൂർത്തിയാവുന്നു. ഇനി പൊതുജനം കഴുതിലെ സാർ എന്ന പരിപാടിയുമായി ബി ദിലീപ് കുമാർ ചേരും പ്രേക്ഷകർക്കൊപ്പം. നമസ്കാരം.